ഗുഡ് മോർണിംഗ് ടു എവരി വൺ. ലെന്റിന്റെ 29-ാം ദിവസമായ ഇന്ന് തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗങ്ങൾ സെന്റ് ലൂക്ക് ചാപ്റ്റർ 13 വേഴ്സസ് 10 to 17, ആക്ട്സ് ഓഫ് അപ്പോസിൽസ് ചാപ്റ്റർ 16 വേഴ്സസ് 13 to 24, ഐശായ ചാപ്റ്റർ 50 വേഴ്സസ് 1 to 5. കൂനിയായ സ്ത്രീയുടെ സൗഖ്യം, ശബത്ത് എന്ന ആത്മീയ അനുഭവം. ജീസസ് ഹീൽസ് എ ക്രിപ്പിൾഡ് വുമൺ ഓൺ സാബത്ത്. 18 വർഷക്കാലം ഒരു ദുരാത്മാവ് ബാധിച്ച സ്ത്രീയെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. ഒരു ശബത്തിൽ യേശു ഒരു പള്ളിയിൽ ഉപദേശിച്ചുകൊണ്ടിരുന്നു. അവിടെ 18 സംവത്സരമായി ഒരു രോഗാത്മാവ് ബാധിച്ചിട്ട് ഒട്ടും നിവരുവാൻ കഴിയാതെ കൂനിയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. യേശു അവളെ അടുക്കൽ വിളിച്ച്, സ്ത്രീയെ, നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു അവളുടെ മേൽ കൈവച്ചു. അവൾ ക്ഷണത്തിൽ നിവർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി. അനുദിന ജീവിതത്തിൽ ഈ ഒരു അവസ്ഥയിൽ കൂടി ഞാനും നിങ്ങളും കൂടി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. നിരാശകളാൽ, അശുദ്ധ ഭാഷണത്താൽ, ഒറ്റപ്പെടലിൻ്റെ ബന്ധനത്തിൽ പലരും വർഷങ്ങളായി വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. യേശു നമ്മളെ പലതര ദുരാത്മ ബന്ധനത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്ക് മോചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ആത്മീയ സ്വാതന്ത്ര്യം, ശാരീരിക സ്വാതന്ത്ര്യം, മനസ്സിൻ്റെ സ്വാതന്ത്ര്യം, എല്ലാ തലങ്ങളിലേക്കും യേശു നമ്മളെ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കുവാൻ പ്രേരിപ്പിക്കുകയാണ് ഈ സുവിശേഷ ഭാഗം. 18 വർഷം കൂനി നിന്നിട്ടും അവൾ കർത്താവിൻ്റെ വചനം കേൾക്കാൻ ദേവാലയത്തിൽ വന്നു എന്നതുകൊണ്ടാണ് അവൾക്ക് സൗഖ്യം ലഭിച്ചത്. അതുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വരാതെ ഒരിക്കലും നമ്മുടെ ജീവിത പ്രശ്നങ്ങൾ നമ്മളിൽ നിന്ന് മാറുകയില്ല എന്നാണ് ഈ വേദഭാഗം നമ്മളെ പഠിപ്പിക്കുന്നത്. രണ്ടാമതായി, അപ്പോസ്തല പ്രവൃത്തികളിൽ 16-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് തുയത്തിരയിലെ ലുദിയ അല്ലെങ്കിൽ ലിഡിയ പുതിയ നിയമത്തിൽ പരിചയപ്പെടുത്തപ്പെട്ട ഒരു സ്ത്രീയാണ്. യൂറോപ്പിൽ ആദ്യമായി ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം ചെയ്തതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിരവധി ക്രിസ്ത്യൻ വിഭാഗങ്ങൾ അവരെ ഒരു വിശുദ്ധിയായി അംഗീകരിച്ചിട്ടുണ്ട്. അവർ പതിവായി വിശുദ്ധ ലിഡിയ അല്ലെങ്കിൽ പർപ്പിൾ നിറത്തിലുള്ള സ്ത്രീ എന്നാണ് അറിയപ്പെടുന്നത്. ബൈബിളിലെ ലിഡിയ പുതിയ നിയമത്തിലെ ഒരു പ്രധാന വ്യക്തിയാണ്. ഫിലിപ്പിയിൽ പൗലോസിന്റെ പ്രസംഗം കേട്ടതിന് ശേഷം പൗലോസും കൂട്ടാളികളും അവളെയും കുടുംബത്തെയും സ്നാനപ്പെടുത്തി. സ്നാനമേറ്റതിന് ശേഷം പൗലോസിനോടും കൂട്ടാളികളോടും ലുദിയ കാണിച്ച ആതിഥ്യ മര്യാദ ശ്രദ്ധേയമാണ്. ലുദിയ പ്രാർത്ഥിക്കുന്നതിൻ്റെയും കേൾക്കുന്നതിൻ്റെയും അനുസരിക്കുന്നതിൻ്റെയും പ്രാധാന്യം നമുക്ക് ഇവിടെ കാണിച്ചു തരുന്നു. ബൈബിളിലെ ലുദിയയുടെ കഥ നമ്മുടെ ഹൃദയങ്ങളും വീടുകളും പള്ളികളും എല്ലാവർക്കുമായി തുറക്കാൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. മൂന്നാമതായി, യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ കാണുന്നത് ഇസ്രയേലുമായിട്ടുള്ള ഉടമ്പടി ബന്ധത്തെ വിവാഹ ബന്ധത്തോടാണ് ഉപമിച്ചിരിക്കുന്നത്. ഒരു സ്ത്രീ തൻ്റെ ഭർത്താവിൽ നിന്ന് വിവാഹമോചനം നേടിയതും തങ്ങളുടെ കുട്ടികളെ കടക്കാർക്ക് വിറ്റതും യഹൂദന്മാരുടെ നിരസിക്കലിനെ സൂചിപ്പിക്കുന്നു. ഇസ്രയേലരുടെ അകൃത്യങ്ങളുടെ ആഴത്തിൽ പോലും അവരെ രക്ഷിക്കാൻ തനിക്ക് ശക്തിയുണ്ടെന്ന് യഹോവ അവരെ ഓർമ്മിപ്പിക്കുന്നു. അതുപോലെ അവരെ ന്യായം വിധിക്കാനും അവന് അധികാരമുണ്ട്. നാം എന്തെങ്കിലും പ്രതികൂലങ്ങളിൽ കൂടി കടന്നു പോകുമ്പോൾ നമ്മൾക്ക് തോന്നും ദൈവം നമ്മളെ തള്ളിക്കളഞ്ഞ് നമ്മളെ ഉപേക്ഷിച്ചു എന്ന്. എന്നാൽ ദൈവമല്ല നമ്മളെ അകറ്റിയത്, നമ്മുടെ പാപമാണ് ദൈവത്തിൽ നിന്ന് അകറ്റിയത്. ഇവിടെയെല്ലാം നമ്മെ പഠിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ കാരുണ്യം, രോഗശാന്തിയുടെ ശക്തി, ബന്ധനത്തിൽ നിന്നുള്ള മോചനത്തിൻ്റെ പ്രാധാന്യമാണ്. ദൈവത്തെ ആരാധിക്കുന്നതിനും പ്രാർത്ഥിക്കുന്നതിനും ഒരു മുൻഗണന നമ്മൾ കൊടുക്കണം. ഇത് ദൈവവുമായിട്ടുള്ള ഒരു ബന്ധം നിലനിർത്താൻ സഹായിക്കും. നമ്മെ സങ്കടപ്പെടുത്തുന്ന, മുറിപ്പെടുത്തുന്ന, ആത്മവിശ്വാസം കുറയ്ക്കുന്ന, നമ്മെ പാപത്തിലേക്ക് നയിക്കുന്ന ചിന്തകളെ മാറ്റി നിർത്തിക്കൊണ്ട് നന്മയിലും സ്നേഹത്തിലും നമ്മുടെ ഹൃദയങ്ങളെ ഉയർത്തുവാനുള്ള നല്ലൊരു അവസരമാക്കി ഈ നോയമ്പുകാലം നമുക്ക് മാറ്റാം. കർത്താവ് നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.